ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജുനാണ്. സത്യത്തിൽ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം തന്നെ അർജുനെ തള്ളി പറയുന്ന അവസ്ഥയും പിന്നെ അല്ലാതെ തന്നെ കൂടെയുള്ളവർ ഇപ്പോൾ എല്ലാവരും ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്ത മത്സരാർത്ഥിയാണ് ഇപ്പോൾ അർജുൻ. നിലവിൽ അർജുൻ്റെ അടുത്ത് അവിടെ പലരും സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആർക്കും ആത്മാർത്ഥമായ ഒരു ഇഷ്ടം അർജുൻ്റെ അടുത്തില്ല. അർജുൻ അവിടെ കൂട്ടുണ്ടായിരുന്നത് ഡെൻ ടീമുമായിട്ടായിരുന്നു. അവർ രണ്ടുപേരും അർജുനെ ഇപ്പോൾ അൻസിബി ആണെങ്കിലും ഋഷി ആണെന്നുണ്ടെങ്കിലും അർജുനെ ഇപ്പോൾ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നുള്ള ലെവലിൽ ഒരു ലേബലിട്ട് കഴിഞ്ഞു. പിന്നെ അർജുൻ സംസാരിക്കുന്നത് ആകെ ശ്രീധുവിൻ്റെ അടുത്തായിരുന്നു. ശ്രീധുവുമായിട്ടാണ് കമ്പനി ഉണ്ടായിരുന്നത്. പക്ഷേ അർജുനും ശ്രീധുവും അടുക്കുന്നത് അവിടെ തന്നെ ശ്രീധുവിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ശരണ്യയ്ക്കോ അപ്സരയ്ക്കോ ഇഷ്ടമല്ല എന്നൊരു കാര്യം അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ശരണ്യ തന്നെ ശ്രീധുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം അർജുന് ഏറ്റവും വലിയ ശത്രുവാണ് ആ വീട്ടിൽ വരുന്നത് നമ്മുടെ ജാൻമണി അർജുനെ തകർക്കാൻ വേണ്ടി നടക്കുകയും ഇപ്പോൾ അർജുനെ ശപിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അർജുൻ പറഞ്ഞിരുന്നു ജാൻമണി അന്ന് തലകറങ്ങി വീണത് ഒരു നാടകമായേ തോന്നിയുള്ളൂ, ഒറിജിനലായി തോന്നിയില്ല എന്നുള്ളത്. അതിന് പകരം വീട്ടാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ ജാൻമണി എന്ന് പറയുന്ന കഥാപാത്രം. അതിന് മുൻപ് തന്നെ ചായ കൊടുത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവിടെ ശ്രീധുവിൻ്റെ അടുത്ത് അർജുനെതിരെ പാര പണിതിരുന്നു. എന്നിട്ട് ശ്രീധു അർജുൻ്റെ അടുത്ത് ഒരു ദിവസം മിണ്ടാതെ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അർജുനും ശ്രീധുവും തമ്മിൽ ഒരിക്കലും അടുക്കാൻ സമ്മതിക്കില്ല എന്ന് അൻസിബയുടെ അടുത്തും ഋഷിയുടെ അടുത്തും പറഞ്ഞിരിക്കുകയാണ് ജാൻമണി. അതിനുള്ള പണികളൊക്കെ ഞാൻ നടത്തുന്നുണ്ട്, അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ജാൻമണി പറഞ്ഞത്. അത് ഞാൻ ശരണ്യയുടെ അടുത്ത് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അർജുനുമായിട്ട് അടുക്കരുത്, അർജുനുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അവൻ നല്ലവനല്ല എന്നുള്ളൊരു കാര്യം ശരണ്യയുടെ അടുത്ത് ഞാൻ മുൻകൂറായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് ജാൻമണി അൻസിബയുടെ അടുത്തും ഋഷിയുടെ അടുത്തും പറയുന്നത്. ഈ ജാൻമണി ആണെങ്കിലും അർജുനാണെന്നുണ്ടെങ്കിലും മുൻപ് പരിചയമുള്ള വ്യക്തികളാണ്. ജാൻമണിയുടെ ഒരു ഫാഷൻ ഷോയിൽ റാംബോക്ക് ചെയ്യാനായിട്ട് അർജുൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു പരിചയം മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ അങ്ങനെ വെച്ച ഒരു പരിചയത്തിൻ്റെ പുറത്ത് ജാൻമണിക്ക് പ്രത്യേക കൺസിഡറേഷൻ ഒന്നും അർജുൻ അവിടെ കൊടുത്തിട്ടില്ല. അർജുൻ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്തിട്ടുണ്ട് അർജുൻ. അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഒന്നും അർജുൻ ആരുടെ അടുത്തും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അവിടെ ഫ്രണ്ട്ഷിപ്പും ഇതൊന്നും നോക്കാതെ സംസാരിക്കുന്ന ഒരു അർജുനെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും എതിരെ അല്ലെങ്കിൽ ശത്രുവായി മാറിയിരിക്കുകയാണ് അർജുൻ. സത്യം പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ അർജുൻ്റെ അടുത്ത് മിണ്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അവിടെ ഉള്ളത്. പലപ്പോഴും അർജുൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ വീടിനുള്ളിലുള്ളത്. ഇനി വൈൽഡ് കാർഡ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതും നോക്കിയിരുന്ന് കാണേണ്ട കാര്യം തന്നെയായിരിക്കും. അർജുൻ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒറ്റപ്പെടുകയാണോ, വല്ലവരും കൂട്ടാവുന്നുണ്ടോ, അർജുൻ ആരൊക്കെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതെല്ലാം നോക്കി കാണേണ്ടതുണ്ട്.